ഞങ്ങൾ പിന്നെ അകത്തോടെ കയറുന്ന ഗെയിമിങ്ങിൻ്റെ ഫുള്ളും പരിപാടി കേട്ടോ. പിള്ളേർക്ക് പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ. അവരാണ് ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ അവർ കണ്ട് നല്ല എൻജോയ് ചെയ്തു സത്യമായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തു അവരാട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട കളികളും പിന്നെ ഇത് വലിയ ആൾക്കാരെയുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഏജിലുള്ള പിള്ളേർക്കുള്ള എല്ലാം ഉണ്ട് കേട്ടോ. തീരെ കൊച്ചു കുട്ടികൾക്കില്ല. ബാക്കി ഒരുവിധം എനിക്ക് തോന്നുന്നു 2 വയസ്സിൻ്റെ മുകളിലുള്ള പിള്ളേർക്കെല്ലാം പറ്റിയ ഗെയിംസും എല്ലാം ഉണ്ട് കേട്ടോ. കൊച്ചു കുട്ടികൾ തീരെ ഈ 1 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഇല്ലെന്ന് ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3D ഗെയിമിംഗ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് പേടിയാവുന്ന രീതിയിൽ. പക്ഷേ അത് പ്രണവും ആദ്യം മാത്രമേ കയറി കണ്ടുള്ളൂ. കാരണം അവർക്ക് പറ്റിയതാണ്. പിന്നെ ആദ്യം പ്രണവൊക്കെയാണെങ്കിൽ ഭയങ്കര ഷൂട്ടിങ്ങും കാര്യങ്ങളും ഭയങ്കര അത് രസമാണ് കേട്ടോ പിള്ളേരുടെ ഈ ഗെയിമിങ് കാണാനേ. ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ അവർ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ല, അവർക്ക് തന്നെ സന്തോഷമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവരവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് 2 പേരും. പിന്നെ മഹതിക്കുട്ടിയും അവളും കളിച്ചു. അവരും അവൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഗെയിംസൊക്കെ കിട്ടിയപ്പോൾ അവരും കളിച്ചു കേട്ടോ. പിന്നെ ആദ്യം പ്രണവും 3D കാണുക കേട്ടോ. ഇതാ ഏറ്റവും രസം. അവർക്ക് വലിയ ഇങ്ങനെ മലയും കുന്നും അങ്ങനെ സംഭവങ്ങളൊക്കെ ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് പേടിയാകും കേട്ടോ. അങ്ങോട്ട് പോകുന്നതും എല്ലാം പിള്ളേർക്ക് പേടിച്ചിട്ടാണ്. പ്രണവൊക്കെ കിടന്ന് കാർന്ന് കാണാം. ഭയങ്കര പേടിയാണ് അവന് കേട്ടോ. ഈ കാണുന്നവരില്ല കേട്ടോ, ശരിക്കും പേടിയാണ് അവന്. അതുപോലെയാണ് ആദ്യം അവനും അതെ ഭയങ്കര കറി ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. പിന്നെ ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് വേറെ ഒരു സംഭവം കണ്ടേ. ഇതാണ് തുർക്കിഷ് ഐസ്ക്രീം എന്ന് പറഞ്ഞ സംഭവം. ഇത് ആദ്യം മോളാണ് ട്രൈ ചെയ്തുകൊണ്ടുവന്നത്. അവളപ്പം അവളുടെ ഇത് കാണാൻ ഒത്തിരി പേര് ഭയങ്കര ഇഷ്ടം രസമായിരുന്നു കേട്ടോ. അവൾ കേട്ടോ ചാടി പിടിച്ച് നല്ല ആക്റ്റീവായിട്ടൊരു കുട്ടി കേട്ടോ. അവളുടെ ആയിരുന്നു അടിപൊളിയായിട്ടിരുന്നത്. മഹതിയേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഇവള് ചെയ്തപ്പോഴാണ് കേട്ടോ. മഹതിക്കുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഒരുമാതിരി നാണമൊക്കെ ആയിട്ട് മാറി നിൽക്കും. പക്ഷേ ഇവള് നല്ല തട്ടിപ്പറിക്കാനും അവൾക്ക് ദേഷ്യം വന്നു കേട്ടോ പെട്ടെന്ന് കേട്ടോ. അപ്പോൾ അവൾ നല്ല ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് എന്തായാലും അവരെ നിന്ന് അതൊക്കെ തട്ടിപ്പറിച്ച് ഒന്നും ഓടിച്ചു കളഞ്ഞു കേട്ടോ. ബാക്കി അവൾ ദേഷ്യപ്പെട്ട അവൾക്ക് നല്ല ദേഷ്യം വന്നു പറഞ്ഞു ലാസ്റ്റൊക്കെ ആയപ്പോഴേ. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് തട്ടിപ്പറിക്കുമ്പോൾ നമുക്ക് അവൾ മൂക്കൊക്കെ ലാസ്റ്റ് അവൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അടിക്കാനൊക്കെ തോന്നി. ഭയങ്കര ചട്ടമ്പിയാവുള്ളൂ കേട്ടോ. അപ്പോൾ അവളെ ഇത് കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അവൾ ലാസ്റ്റ് ഐസ്ക്രീമിന് അവർ പിന്നെ കൊടുത്ത സമയത്താണെങ്കിലും അവളിങ്ങനെ നോക്കിയൊക്കെയാണ് ഇരിക്കുന്നത്. അവർ കുറേ താമസിച്ചിട്ട് കൊടുക്കുക. കാരണം അവളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവളുടെ ഇത് കേട്ടോ. ഭയങ്കര അവൾക്ക് ലാസ്റ്റ് ദേഷ്യമൊക്കെ വന്നു. അവൾ പിടിച്ച് വലിച്ച ദേഷ്യം വന്നു. ലാസ്റ്റ് പിന്നെ അവർ പിന്നെ പേപ്പറൊക്കെ മാറ്റി അവൾ പിന്നെ കിട്ടുമെന്ന് ഓർത്ത് പ്രതീക്ഷയിലായിരിക്കുന്നത്. പിന്നെ അവർ കറക്കി അവർ മാറ്റി അവൾ പേപ്പർ മാത്രമേ. അന്നേരം അവർക്ക് ദേഷ്യം വന്നിട്ടോ. അവളുടെ മുഖത്തെ റിയാക്ഷൻ കണ്ടത് അന്നേരം. അവസാനം പിന്നെ അവൾ ദേഷ്യം പെട്ടപ്പോൾ അവസാനം അവർ പിന്നെ കൊടുത്തു കേട്ടോ. പിന്നെ മഹതിക്കുട്ടിയായിരുന്നു. അവൾ പിന്നെ ആദ്യം മാത്രം ഇന്ന് ചാടി പിടിച്ചു. ബാക്കിയൊക്കെ ഏകദേശം അവളും പിന്നെ തട്ടിപ്പറിച്ചു. പിന്നെ അവൾക്കും പിന്നെ അത്രയും ഇതില്ല. ഐസ്ക്രീമിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ മറ്റോളെ പോലെ അല്ല ഇവള് പിന്നെ കുറേ താമസമൊക്കെ എടുത്തു കേട്ടോ. എന്തായാലും മറ്റോളായിരുന്നു ഭയങ്കരമായിട്ട് ചാടി പിടിക്കാനും എല്ലാം. അവൾക്ക് പിന്നെ മഹതി പിന്നെ നോക്കിയപ്പോൾ സങ്കടമായിപ്പോയി. മഹതിക്ക് ഒന്നും കിട്ടിയില്ലെന്ന് ഓർത്തോണ്ടേ. അവൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് മഹതിക്കുട്ടിക്ക്. പിന്നെ അവർ ലാസ്റ്റിന് നോക്കിയപ്പോൾ പിന്നെയും പറ്റിച്ചു തന്നു അവർ കേട്ടോ. കുറേ തവണ ഇതിപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റായിരുന്നു ഇത് മേടിച്ചത്. പ്രണവും ആദ്യം. പക്ഷെ എനിക്ക് ആദ്യയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അന്നേരം കുഞ്ഞ് കയ്യിരുന്ന് വഴക്കായതുകൊണ്ട് ആദ്യയുടെയും ചേച്ചിയുടെയും മാത്രം എടുക്കാൻ പറ്റിയില്ല. പിന്നെ പ്രണവിൻ്റെ വീഡിയോ എടുത്തു. അവനും കുറേയൊക്കെ തട്ടിപ്പറിക്കാൻ നോക്കി കേട്ടോ. ആദ്യം മാത്രമേ അവന് കിട്ടിയുള്ളൂ തോന്നുന്നു. പിന്നെ അവന് ടെൻഷനായിരുന്നു ഏത് പറിക്കണമെന്ന് ഓർത്തുകൊണ്ട്. അങ്ങനെ അവനും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. രസമാണ് കേട്ടോ. ഇതൊക്കെ ഒരു തവണയെങ്കിലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതൊക്കെ ഭയങ്കര രസമുള്ള സംഭവങ്ങളൊക്കെയാണ്. അവസാനം അവനും കിട്ടി. ഞങ്ങളെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടോ എന്നാ രസമാണെന്ന് നോക്കിയേ. ഇതാണ് ഏഷ്യൻ മാൾ എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാണണം, അത്ര രസമാണ് കേട്ടോ സത്യമായിട്ടും. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരും മടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുക.
ശരിക്കും വെള്ളച്ചാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൃന്ദാവനത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനില്ലേ മൈസൂരിൽ, അപ്പം സെയിം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്ന് പണ്ട് പോയപ്പോഴേ അതുപോലെ എനിക്ക് ഫീലിങ്സ് ചെയ്തത്. പക്ഷേ ഇത് കാണാൻ സൂപ്പറാട്ടോ. രാത്രിയിലൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് കാണാൻ എന്നാ രസമെന്നറിയോ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പം പയ്യെ ഞങ്ങൾ ഏകദേശം വീട്ടിലേക്ക് പോകണം. പിന്നെ അതിൻ്റെ തിരക്കായിട്ടിരിക്കുക. എല്ലാവർക്കും ക്ഷീണമായി കേട്ടോ. എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ശരിക്കും മടുത്തു കേട്ടോ. കാരണം പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഈ വരവൊക്കെ പാടല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗെയ്സ്. പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്ന ഒരു ചിന്തയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.